ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ആ ഒരു എനർജിയിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ മുന്നോട്ടേക്ക് ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ട് ആയിട്ടുണ്ടോ, എന്താണ് സമീപ ഭാവിയിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Knight of Pentacles, Hanged Man, Ace of Cups, Two of Pentacles, Seven of Wands, Nine of Pentacles, Queen of Wands, Empress, High Priestess, Queen of Cups, Four of Cups, Eight of Pentacles, Six of Pentacles, Knight of Cups, the Lovers, Two of Cups, Strength, Eight of Wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആരെയോ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ്, ഒരു ലവർ എന്നുള്ള മീനിങ് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾ ആരെയോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുപാട് നിങ്ങളിപ്പോ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഒറ്റപ്പെടലുകളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കാനും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതൽ ഒരു പെന്റക്കിൾ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സമ്പത്തോ കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച കുറച്ച് പണമോ ദ്രവ്യങ്ങളോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചു വേണം എന്നുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെയധികം യൂണിവേഴ്സിനോട് അടുത്ത് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരാണ്. ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടും ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. എങ്കിലും നിങ്ങളുടെ വിശ്വാസം, ട്രസ്റ്റ് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. പല സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടറി മാറാറുണ്ടായിരിക്കും. അത് ലഭിക്കുമോ അല്ലെങ്കിൽ രക്ഷപ്പെടുമോ ഞാൻ എന്നുള്ള രീതിക്കൊക്കെ. പക്ഷെ എങ്കിലും ആ ഒരു സമയം ഒഴിച്ചാൽ വീണ്ടും നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് തന്നെ സറണ്ടർ ആവുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ച ശക്തി ഏറ്റെടുത്തിരിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണാതിരുന്നിട്ടല്ല, നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ടൈമിങ്ങിലേക്ക് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ഒരു സമയത്തിലേക്ക് തന്നെയാണ് വന്ന് അടുത്തുകൊണ്ടിരിക്കുന്നതും. നിങ്ങളുടെ ഒരു എനർജിയിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ മോശപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചൊരു ഭയങ്കര ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളാണ്.
അതായത് നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു ഓറയുള്ള പേഴ്സൺ ആണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ. ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിളിങ്സ് വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു കഴിവ്. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരുപാട് സ്ട്രഗിളിങ്സിലൂടെ ആയിരിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾ വീണ് പോകുന്നില്ല. നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോസിറ്റീവ് ഓറയാണ്. ആ ഒരു പോസിറ്റീവ് ഓറ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിലൂടെ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ആ ഒരു പവറിലൂടെ നേടിയെടുത്തതാണ്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റിയും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളൊന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു വ്യത്യസ്തമായ തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് വോട്ട് ഓഫ് ദി ഡെക്കിൽ തന്നെ വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഏതോ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഭയങ്കരമായ ഒരു ട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തായാലും അത് തിരികെ ലഭിക്കും എന്നൊരു വിശ്വാസവും അതും നിങ്ങളിൽ കാണുന്നുണ്ട്. നിരാശാകാരങ്ങളെ പലപ്പോഴും അലട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു നിരാശയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നവരാണോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ കോഴ്സ് കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് മാത്രമല്ല, ട്രസ്റ്റ്, നിങ്ങളുടെ വിശ്വാസം, പ്രാർത്ഥനകൾ, എന്തൊക്കെ സംഭവിച്ചാലും എവിടെയോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റങ്ങളാണ് കടന്നു വരുന്നത്. അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കർമ്മ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണിത്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്നേഹം കടന്നു വരാനായിട്ട് പോകുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ലവേഴ്സ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രണയിച്ച് ഒരു അകൽച്ചയിലോ മറ്റോ ഒക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹിച്ച വ്യക്തി അവരുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ അവരും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്താൻ ഉള്ളിൽ ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം പൂർണ്ണമായി നിങ്ങളിലേക്ക് പകുത്ത് നൽകാനായിട്ട് അവർ കടന്നു വരുന്ന ഒരു എനർജിയാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പുതിയ പ്രണയം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രണയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു വിവാഹം എന്നുള്ള രീതിക്കായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്നേഹബന്ധം, ഒരു പാർട്ട്ണർ, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു പാർട്ട്ണർ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടലുകൾക്കെല്ലാം ഒരു മാറ്റമാണ്. കാരണം ഇതൊരു സോൾമേറ്റ് എനർജിയാണ്. നിങ്ങളുടെ സോള് തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത്. നിങ്ങൾ ഒന്നിക്കേണ്ട ഒരു സമയമാണിത്. അപ്പൊ ആ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ കടന്നു വരുന്നു. ആ ഒരു സോൾമേറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ, ഇനി അല്ല നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പേഴ്സന്റെ എനർജി ആയിട്ടും എടുക്കാം. അപ്പൊ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ അത് കണക്ട് ചെയ്ത് നോക്കുക. ആത്മാർത്ഥമായ ഒരു പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി തോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റണം. നിങ്ങൾ മറ്റൊരു രീതിയിലൂടെ ഈ ഒരു ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തതയോടുകൂടി കാണാൻ ശ്രമിക്കണം. അതിന്റെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം കുറച്ചുകൂടെ ഒരു സെൽഫ് ലവിലേക്ക് വരിക എന്നുള്ളതാണ്. വേറെ കൂടുതലായിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നെഗറ്റിവിറ്റി ഒന്ന് കുറച്ചിട്ട് ഒരു കുറച്ചുകൂടെ ഒന്ന് സെൽഫ് ലവിലേക്ക് വരിക. സെൽഫ് ലവ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കൂടുതലായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ ഭയങ്കരമായിട്ട് നേരത്തെ ഭയങ്കര ഒരുങ്ങിയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇപ്പൊ നിങ്ങൾ ഒരുങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങളുടേതായ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കൊള്ളട്ടെ അതിലേക്കൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം മെന്റലി നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു നല്ലൊരു സോൾ ആയിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഒരു ജെന്യുവിൻ സോളിന്റെ എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കണക്ട് ആവുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സത്യസന്ധമായ രീതിയിൽ മാത്രം മുന്നോട്ടേക്ക് പോകുന്നവര്. തെറ്റുകളോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റാം. പക്ഷെ മനസ്സിന്റെ വിശുദ്ധി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ നിങ്ങൾ ഫിസിക്കലി ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ നിങ്ങളെ തന്നെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ സ്നേഹിക്കാനും ശ്രമിക്കുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നഷ്ടമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അതിലൊക്കെ stuck ആയി നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ സമ്പത്തൊക്കെ ഒഴുകി വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് പണമോ കാര്യങ്ങളോ ഒക്കെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുക,
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കരിയർ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ചയാണ്. അത് ചിലപ്പോൾ ആ ഒരു ജോലിയിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ഉയർച്ച വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു പണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പണം കിട്ടുന്ന കാര്യത്തിൽ ഒരു stuckness ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു stuckness ഇവിടെ മാറാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും സമ്പത്ത് നിങ്ങളിലേക്ക്, അതായത് നിങ്ങൾ സമ്പത്തിന്റെ പുറകെ പോയി, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയില്ല. ഇപ്പൊ വളരെ നിരാശയോട് കൂടിയെങ്കിലും വളരെ ഒരു പ്രതീക്ഷയോട് കൂടിയാണെങ്കിലും നിങ്ങളിപ്പോ ഭയങ്കരമായിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് പുറകിലേക്ക് വരുന്ന സമയമാണിത്. ആ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു communication വരാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ഓഫറോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം communication ആയിട്ട് വരുന്നത്. ഇനി അല്ല നിങ്ങളോട് ആരെങ്കിലും പണമോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിയിട്ട് തിരികെ തരാതെ മാറിപ്പോയവരൊക്കെ ആണെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് ആ ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് പോകുന്നു. ഇതുവരെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആടി ഉലയുന്ന അവസ്ഥയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലപാടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തിന് മുന്നിൽ ഈ ഒരു പ്രപഞ്ച ശക്തി വളരെ സംതൃപ്തനായിരിക്കുന്നു. അപ്പൊ അതിന്റേതായ അനുഗ്രഹം തന്നെയാണ് ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാ രീതിയിലും ഒരു സന്തോഷകരമായ അവസ്ഥ, ഒരു സമൃദ്ധി, അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അർഹതപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്പോ വൈകാരികപരമായ സ്നേഹബന്ധത്തിന്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസിങ് കൈവരാൻ പോവാണ്. ഇതുവരെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്താ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ചിലര് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ചിലവരെന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നാൽ തട്ടിമുട്ടി പോകുന്നു എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി ആണ് വരുന്നത്. നിങ്ങളുടെ ജീവിതം ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട് പോകുന്നു. ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് കടന്നു വരികയാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഒരു ലവേഴ്സ് എനർജി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ട്ണർ എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വിവാഹം നോക്കുന്നവരൊക്കെ ആണെങ്കിൽ വിവാഹം നോക്കിയില്ലെങ്കിലും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം, ഒരു പാർട്ട്ണർ ജീവിതത്തിൽ വേണം. ഒറ്റപ്പെടലുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പ്രപ്പോസൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, അതായത് നിങ്ങളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, തുറന്നു പറയാത്തവരും ആയിരിക്കാം. എന്തായാലും ഒരു പ്രപ്പോസൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ നടക്കാൻ സാധ്യതകളുണ്ട്. ആ ഒരു പ്രപ്പോസലിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ തന്നെ പുതിയ തുടക്കമാണ്. അതും ഒരുമിച്ച് തന്നെ ആ ഒരു കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തുടക്കം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു സോൾ തന്നെ, നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു സ്ട്രെങ്ത് വരാനായിട്ട് പോവാണ്. ഇതുവരെ നിങ്ങൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ചിലവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? വേണമെന്നുണ്ട് വേണ്ടെന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന്മേൽ. അപ്പൊ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ഈ ഒരു ഡൗട്ടിന്മേൽ നിങ്ങളോട് മനസ്സുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരവുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോവാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും correct ആയിട്ടുള്ള decision എടുക്കണം, ഞാൻ okay ആണ്. മറ്റു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര confusion വരും, വേണോ വേണ്ടയോ അല്ലെങ്കിൽ എന്താണ് എടുക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സ് ആ ഒരു കാര്യത്തിന്മേലാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന്മേൽ ആരോടെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചോദിക്കാം. പക്ഷെ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഡിസിഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ എടുക്കാൻ പറയുന്ന ആ ഒരു ഉത്തരം അല്ലെങ്കിൽ ആൻസർ, അത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ആക്ഷൻ എടുത്തോളൂ. ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തോളൂ. ഒരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളെയും അത് ബാധിക്കാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ജോലിയെ ആണെങ്കിലും നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ അതിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു യാത്രകളൊക്കെ വരാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുവാണെങ്കിൽ യാത്രകൾ എന്ന് പറയുമ്പോൾ
ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് തന്നെ ആയിരിക്കാം. നമ്മളിവിടെ പറഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു ജോലിയിലൂടെ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ സാധ്യതകളുണ്ട്. ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു നിരാശയിലോ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സുകൊണ്ട് പോകുന്നുണ്ടായിരിക്കാം പലപ്പോഴും. പക്ഷെ എങ്കിലും നിങ്ങളുടെ നിരാശയുടെ ഉള്ളിലും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു വിശ്വാസം, എവിടെയോ നിങ്ങളുടെ ഒരു അടിയുറച്ച വിശ്വാസം. ആ ഒരു അടിയുറച്ച വിശ്വാസത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി എത്രത്തോളം ഹൈ ആകുന്നോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഓവർ തിങ്കിങ്ങിലേക്കോ പോവാതിരിക്കുക എന്നുള്ളത് പറയുന്നത്. ഇവിടെ മേജർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഭയങ്കര ട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട്, അത്രയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എനർജി വളരെ ലോ എന്ന് പറയാൻ പറ്റില്ല, ഇടക്കിടക്ക് മാത്രമാണ് ലോ ആകുന്നത് അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനിലേക്കും ഒരു ഫിയർ ഒക്കെ കയറുന്നത്. പക്ഷെ ഭയവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും എന്തും വരട്ടെ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സാഹചര്യമായിരിക്കാം ഇപ്പൊ നിങ്ങളെ ബോൾഡ് ആക്കിയിരിക്കുന്നത്. പണ്ടേ ഇങ്ങനെ ആവണമെന്നില്ല. ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും നിങ്ങൾ വളരെയധികം പണ്ട് ആരെന്തു പറഞ്ഞാലും ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇനി അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വരിക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആകുന്നുണ്ട് എങ്കിൽ. കാരണം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വരുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആകുമ്പോൾ, കുറച്ചുകൂടെ സ്ട്രോങ് ആകുമ്പോൾ, ബോൾഡ് ആകുക എന്ന് പറയുമ്പോഴേക്കും എല്ലാവരോടും പോയിട്ട് എന്താ പറയാ വഴക്കുണ്ടാക്കുക, തർക്കുത്തരം പറയുക, അങ്ങനെയല്ല. നിങ്ങളുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ ചിലപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കാം ചിലവർക്കൊക്കെ, നിങ്ങൾ വളരെയധികം മാറിപ്പോയി, നേരത്തെ എന്തു പറഞ്ഞാലും ഒന്നും മിണ്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്നുള്ളത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങളുടെ ഒരു പുതിയ തുടക്കം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഒരു മാറ്റങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. ആ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സെൽഫ് ലവിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളല്ല, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അതും നിങ്ങൾക്ക് അർഹമായ രീതിയിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെയാണെങ്കിലും അതുപോലെ നമുക്ക് ഇവിടെയും വന്നായിരുന്നു, മാനിഫെസ്റ്റേഷൻ എനർജി ആണ് കിട്ടുന്നത് എല്ലാം തന്നെ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള പ്രോപ്പർ കോഴ്സുകളോ കാര്യങ്ങളിലൂടെ തന്നെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. ചിലവർ നിങ്ങൾ അടിയുറച്ച ഈശ്വര വിശ്വാസം, മനസ്സ് പതറാത്ത ആ ഒരു ഈശ്വര വിശ്വാസത്തിലൂടെ സ്പിരിച്വൽ കണക്ഷനിലൂടെ പോകുന്നവരാണ്. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരു ഈശ്വര വിശ്വാസമോ കാര്യങ്ങളോ ഇല്ലാത്തവരല്ല, യൂണിവേഴ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കടന്നു വരുന്നത്. ഇതൊരു ഫാസ്റ്റ് എനർജിയാണ്, വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്ന എനർജിയാണ്. അപ്പൊ ഈ ഒരു വിധ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ വരുന്ന സമീപ ഭാവിയിൽ ഈ റീഡിംഗ് എപ്പോഴാണോ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്ത് അറിയാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ. അതിപ്പോ ചിലവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു വലിയ മാറ്റമായിരിക്കും, ചിലവർക്ക് പതുക്കെ പതുക്കെ ആയിട്ടായിരിക്കും. എന്തായാലും ഒരു മാറ്റങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, നെഗറ്റിവിറ്റി അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത്, ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനും ക്ലെയിം ചെയ്യാനും ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിനോട് നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ അറിയിക്കുക. പോസിറ്റീവായിട്ട് തന്നെ ഒരു എനർജിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ആണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലൂസിനെ എടുക്കാവുന്നതാണ്.
കാലിക്കറ്റ്, പി എന്നൊരു ലെറ്റർ, തിരുവോണം എന്നൊരു സ്റ്റാർ, മകം, 30 എന്നൊരു നമ്പർ, അനിഴം, ആലപ്പുഴ, ജൂലൈ മന്ത്, UAE, 31, വയനാട്, ടോറസ്, സോഡിയാക് സൈൻ ആണ്, ബി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, എൻ എന്നൊരു ലെറ്റർ, അശ്വതി, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, 44 എന്നൊരു നമ്പർ ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ, നമ്മളുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആ ഒരു രീതികൾ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യങ്ങൾ എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.